ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിൻ്റെ പേര് മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിഫ്റ്റി ബീസ് എന്നുള്ള പേര് അനിൽ മാച്ചായത്ത് എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബിൽ ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡ് എന്തിനെ സംബന്ധിക്കുന്നോ അതിനെ സംബന്ധിച്ചിട്ടുള്ള റിസൾട്ടായിരിക്കും കൂടുതലായി കാണിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കി. ആയതിനാൽ ഷെയറുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് നമ്മൾ ചാനലിന് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കാൻ സാധ്യത ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പേരിലേക്ക് ചാനൽ നെയിം മാറ്റുന്നതിനുള്ള കാരണം. എന്തായാലും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ചാനൽ നെയിം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കമ്പനികളെ കുറിച്ച് നോക്കാം. ഈ കമ്പനികൾ നിങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു റെക്കമെൻഡേഷൻ ഇതിനെ കാണരുത്. നിങ്ങൾക്കിത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ മുന്നോട്ടുള്ള ഗതികൾ വീക്ഷിക്കാം. അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മറ്റു കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ കാണുന്നത് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റോ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ പ്രതിപാദിക്കുന്ന പല കമ്പനികളും നിലവിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയി കാണിക്കുന്നുണ്ടെങ്കിലും പാസ്റ്റ് പലതിൻ്റെയും അത്ര നല്ല സുഖകരമല്ല. അപ്പം അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനിയും ഈ കമ്പനികളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ കമ്പനികളും മോശമാണ് എന്നല്ല. ചില കമ്പനികളെങ്കിലും അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു. നിലവിൽ പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് സൈഡിലാണ്. തുടർന്നും അങ്ങനെ ആ കമ്പനികൾ വന്നാൽ അത് മുന്നോട്ടുള്ള അതിൻ്റെ പ്രയാണത്തിന് ഏതാണ്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ നെയിം പ്രവേഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ഒരു കമ്പനിയാണ്. ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇതിൻ്റെ പാസ്റ്റ് നമ്പേഴ്സ് കുറച്ച് മോശമായിരുന്നു. കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് ഇതിൻ്റെ റിസൾട്ട് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പ്രവേഗ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 67 രൂപ നിലവാരത്തിലാണ്. അതിൻ്റെ 52 വീക്ക് ലോ നോക്കിയാൽ 4 രൂപ 91 പൈസയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ കാണിച്ചിരിക്കുന്നത് 81 രൂപ 15 പൈസയുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ട്രേഡഡ് വോളിയമാണ്. കഴിഞ്ഞ ദിവസത്തെ ട്രേഡഡ് വോളിയം വെറും 4080 മാത്രമാണ്. അതിൻ്റെ 10%, 15% ഒക്കെ ചില സമയങ്ങളിൽ വർദ്ധിച്ച് കാണുന്നുണ്ട്. ട്രേഡഡ് വോളിയവും ഡെലിവറി വോളിയവും നമുക്ക് അടുത്തൊരു സെഷനിൽ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് 15%, അതേപോലെ 20% എന്നുള്ള രീതിയിലുള്ള ഡിവിഡൻറ്റും ഇത് പേ ചെയ്ത് വരുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന സംഗതികളൊക്കെയാണ് കമ്പനിയുടെ ഇപ്പോൾ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ക്യാഷ് ഫ്ലോ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലും കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കമ്പനിക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കമ്പനിയുടെ EPS ആനുവലി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ഏണിംഗ് പെർ ഷെയർ നല്ല രീതിയിൽ വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് ROCE വർദ്ധിച്ചിട്ടുണ്ട്, ROA വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അസറ്റ്സ് മാനേജ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ വർധനവുണ്ടായിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി വരുന്നതായിട്ടാണ് കാണുന്നത്. കമ്പനി വളരെ കുറഞ്ഞ കടം നിലവിലുള്ളതായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ റവന്യൂവും പ്രോഫിറ്റും 2 ക്വാർട്ടറിലായിട്ട് സ്റ്റഡി ആയിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അതേപോലെ തന്നെ പ്രൊമോട്ടറുടെ പ്ലെഡ്ജിങ് 0 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് അതുകൊണ്ട് തന്നെ 20% ഇതിനോടകം ഗെയിനിങ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ വീക്ക്നെസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ സംഗതിയാണ്. നെഗറ്റീവ് ബ്രേക്ക് ഡൗൺ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിൻ്റെ സപ്പോർട്ട് 3യിൽ വന്ന് ട്രേഡ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ടെക്നിക്കൽ സംഗതിയാണ്. ഫണ്ടമെൻ്റലി ഇത് അത്ര കൊണ്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. ഏതൊരു നല്ല ഷെയറും അതിൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിന് അടുത്തേക്കുള്ള ട്രേഡിംഗ് എല്ലാം അതിൻ്റെ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കാഴ്ചവെക്കാറുണ്ട്. ഇനി നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാവുന്നത് 52 വീക്ക് ലോയിൽ നിന്ന് നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പിന്നെ കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു സംഗതി കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെ പൂറാണ്. 123 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ കമ്പനിക്കുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കിയാൽ മോശമല്ലാത്തൊരു ഡിവിഡൻഡ് ഈൽഡ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. 2.24% ആണ്. ഈ ഡിവിഡൻഡ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കമ്പനി സ്ഥിരമായിട്ട് ഇങ്ങനെ ലാഭം ഉണ്ടാക്കി തന്നെ പോകണം. അല്ലാത്ത പക്ഷം ഈ ഡിവിഡൻഡ് ഒരുപക്ഷെ ഇല്ലാതായി തീർന്നേക്കാം. കമ്പനിയുടെ ചാർട്ടിലേക്ക് നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെല്ലാം തന്നെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഹൈക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ലോ വോളിയം സ്റ്റോക്കുകളിൽ സാധാരണ കാണാറുള്ള
ഒരു തരം ഹൈക്കാണിത്. അതായത് അപ്പർ സർക്യൂട്ട് അടിച്ച് പോകുന്ന ഒരു രീതി. ഇത് ഒരു പ്രത്യേക പോയിന്റിലെത്തിയിട്ട് അതേപടി തന്നെ ലോവർ സർക്യൂട്ട് അടിച്ച് പോകും. ലോ വോളിയം സ്റ്റോക്കുകളിലെ ഒരു മുഖമുദ്രയായിട്ടുള്ള ഒരു സംഗതിയാണിത്. പക്ഷെ നിങ്ങൾക്ക് കാണാം 2020 ശേഷം ഇതിൽ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഇത് വളരെ നോർമലായിട്ട് തന്നെ ട്രേഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്. അതായത് ലോവർ സർക്യൂട്ട് അടിച്ച് പോകുന്ന ഒരു രീതി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവലിലൊന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ട് വെക്കുക. ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വാർട്ടർലി നമ്പേഴ്സും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ക്രമാനുഗതമായ ഒരു വർധനവ് കാണിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ താല്പര്യം എടുക്കാവുന്നതാണ്. മറ്റൊരു സംഗതി ഇതിൻ്റെ CAGR ഗ്രോത്ത് ആണ്. ഏതാണ്ട് 772.4% CAGR ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ വളരെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു വർധനവെന്ന് പറയാം. വളരെ സഡൻ ആയിട്ടുള്ള ഒരു വർധനവാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ്സ് 73.97%, ഏകദേശം 74% നമുക്ക് റൗണ്ടായിട്ട് പറയാം. ഇത്രയും പെർസെൻറ്റേജ് ഷെയർ പ്രൊമോട്ടറുടെ കയ്യിലുണ്ട്. അത് കുറച്ച് ക്വാർട്ടറിലായിട്ട് തന്നെ അൺചേഞ്ച് അല്ല, അതായത് പ്രൊമോട്ടർ ഷെയർ വിൽക്കുന്നില്ല എന്നർത്ഥം. ഇതിൻ്റെ ഡെലിവറി വോളിയം നോക്കിയാൽ നമ്മൾ കണ്ടിരുന്നു 4080 കഴിഞ്ഞ ദിവസം ഇതിലുണ്ടായിരുന്ന ട്രേഡഡ് വോളിയം ഒന്ന്. അത് തന്നെയാണ് ഇതിൻ്റെ ഡെലിവറി വോളിയമായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ട്രേഡഡ് വോളിയം, അതിനോട് അടുത്ത് തന്നെയുള്ള ഒരു ഡെലിവറി വോളിയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡെലിവറി വോളിയം ട്രേഡഡ് വോളിയത്തിൻ്റെ ഏകദേശം ഒരു 90% അല്ലെങ്കിൽ 80% അടുത്താണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി പുറത്തുവിട്ട കണക്കുകളുടെ ഒരു വിവരണമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഏകദേശം 8712.3% വർധനവാണ് ഇയർ ഓൺ ഇയർ അതിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സെയിൽസ് വർദ്ധിക്കുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഗുണകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ സ്റ്റഡി ആയിട്ടുള്ള സെയിൽസ് വേണം എന്നുള്ളതാണ് പ്രത്യേകത. നോക്കുക, ഇതിൻ്റെ റവന്യൂ ഗ്രോത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാവുന്നതാണ്. മാർച്ചിൽ നല്ല രീതിയിലുള്ള ഒരു റവന്യൂ ഉണ്ടായിരുന്നത് അടുത്ത ജൂൺ സെപ്റ്റംബർ ക്വാർട്ടറുകളിൽ അത്ര തന്നെ വന്നിട്ടില്ല, കുറവാണ്. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും അതിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഉയർച്ച കാണുന്നുണ്ട്. ഇതാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് ഞാൻ കാണുന്ന വലിയൊരു പോരായ്മയായിട്ട് പറയാവുന്നത്. സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിലേ ആ കമ്പനിക്ക് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അതിൻ്റെ സെയിൽസ് നോക്കുക നിങ്ങൾ. ഇതേപോലെ സ്റ്റഡി അല്ല. ചില ക്വാർട്ടറുകളിൽ നല്ല രീതിയിലുള്ള സെയിൽസ് നടക്കുമ്പോൾ ചില ക്വാർട്ടറുകളിൽ വളരെ പൂറായിട്ടുള്ള ഒരു സെയിൽസാണ് കാഴ്ച വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റിലും അതേപോലെ തന്നെയുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലെ പ്രോഫിറ്റ് നിങ്ങൾ 0 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ റിസൾട്ട് പുറത്തു വരാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഡൗട്ട്ഫുള്ളാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഇവിടെ പ്ലെഡ്ജ്ഡ് ഷെയർസ് എന്നുള്ളത് ഒരു പച്ച നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ 0 പ്ലെഡ്ജ്ഡ് ആണെന്നാണ് അവർ മണി കൺട്രോളുകാർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഏതാണ്ട് 26% പ്ലെഡ്ജ്ഡ് ആയിട്ടാണ് അവരുടെ തന്നെ സൈറ്റിലെ മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഡാറ്റയാണ്. പക്ഷേ എന്തായാലും 74% പ്രൊമോട്ടറുടെ കയ്യിൽ ഇത് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ കാണാവുന്നതാണ്. പ്രിവേഗിൻ്റെ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ നോക്കുക, ഇത് നല്ല രീതിയിൽ ഉയർന്നതിന് ശേഷം താഴേക്ക് വരുന്ന ഒരു സെനാരിയോ ആണ് നമുക്ക് കാണുന്നത്. ഇതിന് നിയർലി ഏതാണ്ട് 67 ഇതിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിയർലി സപ്പോർട്ടുള്ളത് ഈ റേഞ്ചിൽ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ സപ്പോർട്ടുണ്ട് 51.75. ആ സപ്പോർട്ട് കട്ട് ചെയ്താൽ പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഈ റേഞ്ചിനടുത്തേക്ക് വരാനുള്ള ഒരു പ്രവണത കാണിക്കും. 46, അതിന് താഴെയായിട്ട് പിന്നെ നല്ലൊരു സപ്പോർട്ട് കിടക്കുന്ന റീജിയൻ ഇതാണ്, ഏകദേശം 40 രൂപ. ആ റേഞ്ചിനടുത്തേക്ക് ഇത് എത്തിച്ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഈ ഷെയർ ഇപ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലാണ്. മറ്റൊരു പെന്നി ക്യാപിറ്റൽ സ്റ്റോക്കാണ് KMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലിമിറ്റഡ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്രൈസ് 23 രൂപ 45 പൈസയാണ്. അതിൻ്റെ 52 വീക്ക് ലോ വന്നിരിക്കുന്നത് 9 രൂപ 51 പൈസയാണ്. അതേപോലെ തന്നെ 52 വീക്ക് ഹൈ വന്നിരിക്കുന്നത് 26 രൂപ 50 പൈസയാണ്. ഇതിൻ്റെ വോളിയം ഏതാണ്ട് 3,00,000 ട്രേഡിംഗ് വോളിയം വന്നിരിക്കുന്നത്. ഇതിൻ്റെ
പോസിറ്റീവ് സൈഡ് നമുക്ക് മനസ്സിലാക്കുന്നത് ROCE, ROE എല്ലാം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അസറ്റ്സ് മാനേജ് ചെയ്തുകൊണ്ട് അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ക്വാർട്ടർലി പ്രോഫിറ്റും അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റും എല്ലാം വർദ്ധിച്ചു വന്നിരിക്കുന്നത്. കമ്പനിക്ക് വളരെ കുറഞ്ഞ കടമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബുക്ക് വാല്യൂയിലും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇമ്പ്രൂവ് വന്നിട്ടുണ്ട്. കമ്പനിക്ക് 0 പ്രൊമോട്ടർ പ്ലഡ്ജാണ് ഈ ഡാറ്റ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യമായിട്ടുള്ള ത്രെട്ട് ഈ കമ്പനിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ ഇത് 52 വീക്ക് ലോയിൽ നിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ അത് അതിൻ്റെ സെയിൽസിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു സ്ട്രെങ്ത്താണ് ഇത്തരത്തിലുള്ള ഒരു വർധനവിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് വെറും 382 കോടി രൂപയാണ് അതിനുള്ളതെന്നാണ്. ഈ കമ്പനി 1990 തമിഴ്നാട് ട്രിച്ചി ബേസ്ഡായിട്ട് ഫൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് അതിന് 4ഓളം ബ്രാഞ്ചുകൾ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ടുണ്ട്. കമ്പനിക്ക് ഫ്യൂച്ചർ നല്ല പ്ലാൻസുമുണ്ട്. ഒരുപക്ഷെ ഈ കമ്പനി ഇതൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഒരു ആശുപത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് നല്ല രീതിയിൽ വളർന്നു വന്നാൽ ഈ സ്റ്റോക്ക് പ്രൈസും അതിനോടൊപ്പം നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കമ്പനിയുടെ PE നോക്കിയാൽ ഇപ്പോൾ ഏതാണ്ട് 70-അടുത്താണ് PE നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. ഇത് വാല്യുവേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്തിരി പ്രോബ്ലമാണ്. കമ്പനിയുടെ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് കമ്പനി സ്ലോലി ആണെങ്കിലും മുകളിലേക്കാണ് യാത്ര എന്നുള്ളതാണ്. കമ്പനിയുടെ CGR ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എല്ലാം വളരെ ഭയങ്കരമായ രീതിയിൽ അല്ലെങ്കിൽ പോലും സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഷെയറിൻ്റെ ഡെലിവറി വോളിയം നമ്മൾ നോക്കിയാൽ ഏകദേശം ചില സമയങ്ങളിൽ 60%, ചില സമയങ്ങളിൽ 50% വരെ ടോട്ടൽ ട്രേഡഡ് വോളിയത്തിൻ്റെ, അതായത് ഇതാണ് ടോട്ടൽ ട്രേഡഡ് വോളിയമെങ്കിൽ താഴെ പച്ച നിറത്തിൽ കാണുന്നതാണ് ഡെലിവറി വോളിയം. അപ്പോൾ ടോട്ടൽ ട്രേഡഡ് വോളിയത്തിൻ്റെ ഏകദേശം 50%, 60%, ചില സമയങ്ങളിൽ 70% വരെ ഡെലിവറി വോളിയം കാണിച്ചിട്ടുണ്ട്. ഇതും നല്ലൊരു സൂചനയാണ്. ആളുകളിൽ കൂടുതലായിട്ട് ഡെലിവറി എടുക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ 1 വർഷത്തെയും അതേപോലെ തന്നെ 3 മാസത്തെയും എല്ലാം അതിൻ്റെ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവ് സൈനാണ്. 3 ഇയർ പെർഫോമൻസ് ഇപ്പോൾ ചെറിയ ഒരു മൈനസാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കമ്പനി സ്റ്റഡിലി അതിൻ്റെ ഗ്രോത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഷെയർ പ്രൈസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നേരത്തെ നഷ്ടത്തിൽ കടന്നതിൽ നിന്ന് ഒരുപക്ഷെ മുന്നോട്ട് കയറി വരുന്നതാകാം. കമ്പനിയുടെ സെയിൽസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡാറ്റ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾക്കത് എടുത്ത് നോക്കാവുന്നതാണ്. വളരെ മൈൽഡായിട്ടാണെങ്കിലും അതിൽ സെയിൽസിൽ വർധനവ് കാണിച്ചിട്ടുണ്ട്. സ്റ്റഡി ആയിട്ടാണ് സെയിൽസ് വർധനവെന്നുള്ളതാണ് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. നോക്കുക, ഇതിൻ്റെ ഓവർവ്യൂ ആയിട്ട് നമ്മൾ നോക്കിയാൽ അതിൻ്റെ റവന്യൂവിൽ വളരെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ വർധനവ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ജൂൺ തുടങ്ങി ഡിസംബർ വരെയുള്ള ക്വാർട്ടറിൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു വർധനവ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് സെയിൽസിലും ഇതേപോലെ തന്നെ വർധനവ് വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്പേഴ്സ് എല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിൻ്റെ പ്രോഫിറ്റും അതേപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കും ഇതൊരു പെനി സ്റ്റോക്ക് ആയിരുന്നു, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് ഇടാവുന്നതാണ്. അതിൻ്റെ തുടർന്നുള്ള ക്വാർട്ടർലി നമ്പേഴ്സ്, അതിൻ്റെ സ്റ്റോക്ക് പെർഫോമൻസ് എന്നിവ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. KMC ഹോസ്പിറ്റലിൻ്റെ ഡെയിലി ചാർട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ നോക്കുക, 2020 മാർച്ചിൽ നിന്ന് അതിൻ്റെ ഷെയർ പ്രൈസ് വളരെ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ആയി മുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വർധനവ് ഇത് രേഖപ്പെടുത്തിയാൽ സമീപ ഭാവിയിൽ ഇത് മുകളിലേക്ക് തന്നെ പോയേക്കാം. ഞാനിവിടെ പ്രതിപാദിക്കുന്ന മിക്കവാറും കമ്പനികളെല്ലാം തന്നെ ലോ ഡെപ്റ്റ് കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വളർച്ചാ സാധ്യതയും കാണിക്കുന്ന തരത്തിലുള്ള കമ്പനികളാണ്. അടുത്തൊരു കമ്പനി നോക്കാം, ത്രിവേണി ടർബൈൻ ലിമിറ്റഡ്. ഇപ്പോൾ അത് ഏകദേശം 98 രൂപ 70 പൈസയ്ക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രേഡഡ് വോളിയം നമ്മൾ നോക്കുക, ഏതാണ്ട് 2,12,517 കഴിഞ്ഞ ദിവസം ഇത് കാഴ്ചവെച്ച ട്രേഡിംഗ് വോളിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് വോളിയം ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ 52 വീക്ക് ലോ വന്നിരിക്കുന്നത് 45 രൂപ 50 പൈസയാണ്. 52 വീക്ക് ഹൈ വന്നിരിക്കുന്നത് 102 രൂപ 90 പൈസയുമാണ്. ഏതാണ്ട് 52 വീക്ക്
ഹൈക്ക് അടുത്താണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്പനിയുടെ ROA, ROC എന്നിവ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും നല്ല രീതിയിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, ഇയർ ഓൺ ഇയർ എല്ലാം റൈസ് ആയി വന്നിട്ടുണ്ട്. കമ്പനിക്ക് ഡെപ്റ്റ് കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്ന മറ്റൊരു സംഗതി. അതേപോലെ തന്നെ അതിൻ്റെ ക്യാഷ് ഫ്ലോ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ആനുവൽ പ്രോഫിറ്റ് കഴിഞ്ഞ 2 വർഷം നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടർ പ്ലെഡ്ജിങ് 0 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു സംഗതി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ നോക്കിയാൽ 3191 കോടി രൂപയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു തീരെ പെനിയായിട്ടുള്ള ഒരു ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്റ്റോക്കല്ല. അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ക്യാപിറ്റലൈസേഷൻ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് ഇതിൽ കാണിച്ചിരിക്കുന്നത് 0.51 എന്നുള്ളതാണ്. സ്റ്റോക്ക് പ്രൈസ് ടു ഡിവിഡൻഡ് പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്ക് അത് അത്ര കണ്ടൊരു മെച്ചപ്പെട്ട രീതിയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിനേക്കാളും മെച്ചപ്പെട്ട ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന ധാരാളം സ്റ്റോക്കുകൾ ഏതാണ്ട് ഇത് പ്രൈസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഗസ്റ്റ് തുടങ്ങി സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, കൊറോണ വന്ന ആ ഒരു സമയത്തുണ്ടായ ഒരു ഡിപ്പ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അപ്പോഴും അതിനുശേഷവും ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നിങ്ങൾ നോക്കുക, നിഫ്റ്റി ആ ഡിപ്പിൽ നിന്ന് എങ്ങനെയാണോ അത് റൈസ് ആയത് ഏതാണ്ട് കോറിലേറ്റഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഷെയർ പ്രൈസും മുകളിലേക്ക് തന്നെ പോന്നിട്ടുണ്ട്. കമ്പനിയുടെ പ്രൈസ് ആൻഡ് വോളിയം പെർഫോമൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. കമ്പനിക്ക് കഴിഞ്ഞ ഇയർ ആയിട്ട് തന്നെ ഇയർലി 3 months, 1 month, 1 week രീതിയിൽ തന്നെ നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാവുന്നത് കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് എന്നാണ്. കമ്പനി ഇപ്പോഴും 3 വർഷത്തെ ഒരു പരിധിയിൽ നോക്കിയാൽ 20%, 3 വർഷം മുമ്പുള്ള അതിൻ്റെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും തമ്മിൽ നോക്കിയാൽ 20% കുറവിലാണ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡെലിവറി വോളിയം നോക്കിയാൽ ഏതാണ്ട് 60%, 50% രീതിയിൽ ട്രേഡഡ് വാല്യൂവിൻ്റെ വോളിയം നമുക്ക് ഡെലിവറി എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. റവന്യൂ ഗ്രോത്ത് നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ ഏതാണ്ട് സ്റ്റഡി ആയി നിൽക്കുന്ന രീതിയിലാണ്. അത് ഇൻക്രീസ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഡിസംബറിലെ ക്വാർട്ടറിൽ നോക്കിയാൽ റവന്യൂ ഗ്രോത്ത് 173 കോടി രൂപയാണ്. അത് സെപ്റ്റംബറിൽ വന്നപ്പോൾ അത് 185 കോടി രൂപ ആയിരുന്നു. ചെറിയൊരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ സെയിൽസിൽ കഴിഞ്ഞ ക്വാർട്ടറിലും അതിന് മുമ്പത്തെ ക്വാർട്ടറിലും ഒക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വർധനവാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ പ്രോഫിറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. അത് അതിന് മുമ്പുള്ള ക്വാർട്ടറിലുള്ളതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഈ ക്വാർട്ടറിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡാറ്റാസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കമ്പനി നമ്മൾ പറയുന്നതിനുള്ളൊരു പ്രധാന കാരണം ലോ ഡെപ്റ്റ് കമ്പനിയാണ്. അതിൻ്റെ 52 വീക്ക് സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പക്ഷേ ഒരു മൾട്ടി ബാഗർ ആയേക്കാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഷെയർസ് എല്ലാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോ ആയി ചെയ്യാൻ കാരണം. ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നമുക്ക് ഒന്നുകൂടി നോക്കുക. ഈ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് കഴിഞ്ഞ 2020 ഫെബ്രുവരിക്ക് ശേഷം വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ഇനിയും വർക്ക് ചെയ്താൽ അവരുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ സ്റ്റോക്ക് പ്രൈസിലും ഇതേപോലെ തന്നെ നല്ലൊരു ഉയർച്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കുക, ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ ഈ അടുത്ത് വന്നിരിക്കുന്ന ഹൈ വന്നിരിക്കുന്നത് 126 ആണ്. ആ ലെവലിലേക്കൊക്കെ ഇതിൻ്റെ സ്റ്റോക്കിന് ഒരുപക്ഷെ എത്തിച്ചേരാൻ കഴിയാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻറ്റ് സോണിലാണ്. ഈ സോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കെല്ലാം കയറി വരാനുള്ള ഒരു ചാൻസ് ഇതിനുണ്ട്. മലയാളികൾക്കെല്ലാം സുപരിചിതമായ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഷെയർ. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് രംഗം, ഹോം അപ്ലയൻസ് രംഗം, വസ്ത്രവ്യാപാരം, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവരുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് 225 രൂപയാണ്. അതിൻ്റെ 52 വീക്ക് ലോ 149 ഹൈ 255 കഴിഞ്ഞ ദിവസം ഇതിൽ രേഖപ്പെടുത്തിയ ട്രേഡഡ് വോളിയം 5,219,000. ഈ കമ്പനിയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്തു പറയാവുന്നൊരു സംഗതി, ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്ന ക്യാൻസ്ലിം എന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിറ്റീരിയ ഉണ്ട്. അത് 7 ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഘടകത്തിലെ
ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഈ സ്റ്റോക്ക് ഇപ്പോൾ പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യം പ്രകടിപ്പിക്കാവുന്ന ഒരു ഷെയറായി ഇത് മാറിക്കഴിഞ്ഞു. ഈ കമ്പനിയുടെ റെസെൻ്റ്ലി ഗ്രോത്ത് പരിശോധിച്ചാൽ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുകളിലായിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ കമ്പനിയുടെ ROCE, ROE, ROO എല്ലാം തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് മാർജിൻ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ വളർന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനി ഒരു ലോ ഡെപ്റ്റ് കമ്പനിയാണ്. അതേപോലെ തന്നെ ഈ കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ 2 വർഷത്തെ മാറ്റം വളരെ വ്യത്യാസമുള്ളതാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ പ്ലഡ്ജിങ് 0 ആണ്. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സംഗതി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കമ്പനിയിൽ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണെങ്കിൽ എടുത്തു പറയേണ്ടുന്ന ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. കമ്പനിയുടെ ലോങ് ടേം പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വളരെ ഉയർന്നതായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നെറ്റ് ക്യാഷ് ഫ്ലോയെ ബാധിച്ചിട്ടുണ്ട്. ക്യാഷ് ഫ്ലോയിൽ ഒരു ഡിക്ലൈനിങ് കാണുന്നുണ്ട്. റവന്യൂ ആൻഡ് പ്രോഫിറ്റിനെയും ഇത് വളർച്ചക്കുറവ് കാണിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ്ങിൽ കുറവ് വരുത്തിയതായിട്ടായും കാണുന്നുണ്ട്. വി-ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ കാണുന്നത് 9,663 കോടി രൂപ എന്നാണ്. അതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണ്. കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ 3 രൂപ 85 പൈസയാണ്. കമ്പനിയുടെ PE നോക്കിയാൽ 58.44 എന്നാണ് കാണുന്നത്. അത് സെക്ടർ PEയുമായിട്ട് കമ്പയർ ചെയ്താൽ കുറച്ച് താഴ്ന്ന രീതിയിലാണ് നിൽക്കുന്നത്. കമ്പനിയുടെ ബുക്ക് വാല്യൂ 23.27 രൂപ എന്ന രീതിയിലാണ് കാണുന്നത്. കമ്പനിയുടെ ഡിവിഡൻഡ് yield 0.40 എന്നാണ് കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് നോക്കിയാൽ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എല്ലാം യഥാക്രമം ചെറിയ രീതിയിലാണെങ്കിലും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഷെയർ ഹോൾഡിംഗ് വർദ്ധിക്കുന്നു എന്ന ഒരു സൂചന തരുമ്പോൾ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഇതിൽ ചില നേരിയ കുറവ് വരുത്തിയതായിട്ട് കാണുന്നുണ്ട്. പ്രൊമോട്ടർ 62.64% നിന്ന് 62.55%ലേക്ക് 2020 ഡിസംബറിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം. ഈ ഷെയർ ഇപ്പോൾ അതിൻ്റെ 52 വീക്ക് ലോയിൽ നിന്ന് 51.01% ഉയർന്നാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 52 വീക്ക് ഹൈയിൽ നിന്ന് 11.76% താഴ്ന്നും ആണ് നിൽക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ 3 വർഷം തുടങ്ങി ഈ മാസം വരെയുള്ളത് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമാണ്, ഒരു ആഴ്ചയിലെ കണക്കെടുത്ത് നോക്കിയാൽ മാത്രമാണ് കുറച്ച് കുറവായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡെലിവറി വോളിയം വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മൊത്തം ട്രേഡ് ചെയ്യുന്ന വോളിയത്തിനെ അപേക്ഷിച്ച് ഡെലിവറി വോളിയം നോക്കിയാൽ 30%, 40%, ചില സമയങ്ങളിൽ 20-25% വരെയൊക്കെ ഡെലിവറി വോളിയം വന്നിട്ടുള്ളൂ. ഈ കമ്പനിയുടെ റവന്യൂ നമ്മൾ നോക്കിയാൽ റവന്യൂ ഗ്രോത്തായി വരുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. ക്യാഷ് ഫ്ലോയിലാണ് ചില ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഒരു വളർച്ച കുറവായിട്ട് കാണാൻ കഴിയുന്നത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാലും ഇത് നമുക്ക് കാണാവുന്നതാണ്. ലയബിലിറ്റീസിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്നാലും അത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുന്ന ഒരു പ്രോസസ്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലയബിലിറ്റീസിലെ ചില വ്യതിയാനങ്ങൾ കാണിക്കാവുന്നതാണ്. അത് ഭാവിയിൽ വളർച്ചയായിട്ട് തീരാവുന്നതുമാണ്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് കമ്പനിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു വളർച്ചാ സാധ്യതയും കാണുന്നില്ല. കമ്പനിയുടെ സെയിൽസ് ക്രമാനുഗതമായി കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മറ്റു നമ്പേഴ്സിനെയും അത് പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും അതേപോലെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. വരുന്ന ക്വാർട്ടറിലും എല്ലാം ഇത്തരത്തിലുള്ള നല്ല പ്രകടനം ഇതിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പ്രൈസ് 225 നിന്ന് വളരെ ഉയർന്ന തലത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ആക്ടിവിറ്റി നമ്മൾ നോക്കിയാൽ കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ നല്ല രീതിയിലൊരു കുത്തനെയുള്ള വളർച്ചയാണ് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരല്പം ബെയറിഷ് ട്രെൻഡിലാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് എങ്കിലും ഈ ഭാഗങ്ങളിലെല്ലാം, അതായത് ഒരു 212-200 റേഞ്ചിൽ ഇത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറി വരുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഈ നിൽക്കുന്ന ലെവലും നല്ലൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി താഴേക്ക് വന്നാൽ ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ നമുക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് കമ്പനിയുടെ മാനേജ്മെൻറ്റ് നല്ല അഗ്രസീവ് മാനേജ്മെൻറ്റാണ്. നല്ല രീതിയിൽ പാസ്റ്റ് ഹിസ്റ്ററിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാൽ കമ്പനിയുടെ വളർച്ചാ സാധ്യത
നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വരുന്ന ഭാവിയിലെല്ലാം നല്ല രീതിയിൽ ഷെയർ പ്രൈസ് വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഒന്നുകിൽ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെപ്റ്റ് വളരെ കുറഞ്ഞിട്ടുള്ളതോ ആണ്. പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്ത ഷെയർസ് നോക്കിയാൽ വളരെ കുറവുള്ളതും ചിലതിൽ ഒട്ടും തന്നെ ഇല്ലാത്തതുമാണ്. ആദ്യം പറഞ്ഞ 2 കമ്പനികൾ പെനി സ്റ്റോക്ക് വിഭാഗത്തിൽ വരുന്നതാണ്. ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവ ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നതിനുള്ള കാരണം ഇവയുടെ ഫണ്ടമെൻ്റൽ കുറച്ച് സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇവ ആഡ് ചെയ്യുക. ഏതായാലും ഇത്രയും നേരം നമ്മുടെ ചാനൽ കണ്ടതിന് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്